എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ് കേട്ടോ. വളരെ തനതായ രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാടൻ വിഭവങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടൻ കറി കേട്ടോ. നാടൻ പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ ശരി, എന്നാൽ വീഡിയോയിലേക്ക് പോവാം. നാടൻ രുചിയിലുള്ള ഇന്നത്തെ നമ്മുടെ ഈ കറി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അതായത് അധികം മൂക്കാത്ത കുമ്പളങ്ങ, ഇളവൻ എന്ന് പറയും നമ്മൾ കേട്ടോ. അത് പിന്നെ ഒരു 4 അമരക്കായ, അമരക്കായയുടെ എണ്ണ അധികം കൂടണ്ട, 4 എണ്ണം മതി. പിന്നെ ഒരു നാടൻ ചേമ്പ്, ഈ ഉരുണി ചേമ്പല്ലാതെ നാടൻ ചേമ്പാണ് കേട്ടോ, ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന നാടൻ ചേമ്പ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങ, അതായത് ഈ കറിയിലേക്ക് ആവശ്യമായ പുളിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഒരു പിടി പരിപ്പിൻ്റെ അളവ് കൂടണ്ട, കാരണം ചേമ്പ് ഓൾറെഡി ചേർക്കണ കാരണം തന്നെ കറിക്ക് എന്തായാലും കൊഴുപ്പുണ്ടാവും. എന്നാലും ഒരു നല്ല മണത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ പിടി തൂരപ്പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതിനുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, നാളികേരം, ഒരു ചെറിയ മുറി നാളികേരം, ജീരകവും കൂടി ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങക്കായ മാറ്റി വയ്ക്കാം. ഈ ബാക്കിയുള്ള കഷ്ണങ്ങളൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഈ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം കൂടിക്കഴിഞ്ഞാൽ കറി ഒരുപാട് കൊഴുപ്പാവും കേട്ടോ. വളരെ കുറച്ചേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കുറച്ച് പരിപ്പ് ചേർത്താലാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയ്ക്ക് വേണമെങ്കിൽ വെള്ളരിക്ക ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ സാധാരണയായിട്ട് കുമ്പളങ്ങ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കുമ്പളങ്ങ ഒരുപാട് മൂത്തത് ചേർക്കരുത്, വളരെ പൂലായിട്ടുള്ളത്, അതായത് ഇളവൻ പോലെയുള്ള കുമ്പളങ്ങ വേണം ചേർക്കാൻ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ ചേർത്തിട്ട് നമുക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താണെന്നറിയോ ചേർക്കേണ്ടത്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ നല്ലൊരു മണത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ചേ വേണ്ടൂ, കാരണം 2 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഈ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞയായിട്ടാണ് കാണേണ്ടത്, അപ്പോൾ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഇതാക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം എപ്പോഴും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഷ്ണത്തിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കണ പോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ, നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം കുക്കറിൽ വെച്ചത് ഒരു വിസിലടുപ്പിച്ചെടുത്തു കേട്ടോ. കഷ്ണങ്ങളും പരിപ്പും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കായ ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ വളരെ ഒരു ചെറിയ കഷ്ണം ചേർക്കേണ്ട ആവശ്യമുള്ളൂ, അതായത് ഒരു ചെറിയ കഷ്ണം മുരിങ്ങക്കായ 2-3 കഷ്ണമാക്കിയിട്ട് അങ്ങനെ ചേർക്കുക കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരുപാട് വേണ്ട, ഇത് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായ കൂടി കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. മുരിങ്ങക്കായ്ക്ക് അധികം വേവൊന്നുമില്ല. അപ്പോൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി അരച്ച് പാകാക്കി വെച്ചിട്ടുള്ള, അതായത് ഇതിനിടയ്ക്ക് ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം ജീരകം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് നമുക്കിതിൽ ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുത്ത് മുരിങ്ങക്കായ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ കുക്കറിൽ നിന്ന് കറി ഇതിലേക്ക് മാറ്റി, കാരണം കുക്കറിലാണെങ്കിൽ പുറത്തേക്ക് കാണില്ല, അതുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ജീരകം നാളികേരം കൂടി നന്നായി അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നാളികേരം ചേർത്ത് ഇതിൽ നന്നായി തിളയ്ക്കട്ടെ. ഈ നാളികേരത്തിൻ്റെ പാലൊക്കെ ഈ കറിയിലേക്ക് നന്നായി ഇറങ്ങി വരട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നാളികേരമൊക്കെ ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറവിനായിട്ട് നമ്മൾ എടുക്കുന്നത് കടുക്, ഉലുവ, വറ്റൽമുളക് കേട്ടോ, കറിവേപ്പില ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വറവിടാം. അപ്പോൾ വറവിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. അതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ഉലുവ, നല്ലൊരു മണത്തിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം.
കടുകും ഉലുവയും നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കടുകും മുളകും ഉലുവയും കറിവേപ്പിലയും ഒക്കെ വറുത്ത് മൂത്തതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെന്താണെന്നറിയോ, കറിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചേർത്തിട്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി. വളരെ രുചികരമായിട്ടുള്ള നാടൻ കറിയാണിത് കേട്ടോ. അപ്പോൾ പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കുന്ന കറിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ കറിയുടെ കൂടെ ഉണ്ടല്ലോ എപ്പോഴും കോമ്പിനേഷനായിട്ട് വരുന്നത് ഇതാ നമ്മുടെ നാടൻ പയറുമെഴുക്ക് വരട്ടി കേട്ടോ. നല്ല ടേസ്റ്റുള്ള നാടൻ പയറുമെഴുക്ക് വരട്ടി, അധികം മസാലകളൊന്നുമില്ലാതെ സാധാരണ തനതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പയറുമെഴുക്ക് വരട്ടി. അതുപോലെ തന്നെ നമ്മുടെ കപ്പയ്ക്ക വറുത്തത് ഉണ്ടോ, ഒട്ടും മസാലകളൊന്നും ഇല്ലാതെ കേട്ടോ. അതൊക്കെ അങ്ങനെ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ 2 മെഴുക്ക് വരട്ടി ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും ഈ രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.